വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. ചിലരെ മാത്രം തിരഞ്ഞു പിടിച്ച് കൊതു കടിക്കുന്നുവോ? നിങ്ങൾ ഈ രക്തഗ്രൂപ്പെങ്കിൽ കരുതിയിരിക്കാം. ഡെങ്കിപ്പനിയുടെ കേസുകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപകടത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ആശങ്ക നിറയ്ക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്നത്. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, കോളറ തുടങ്ങിയ രോഗാവസ്ഥകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. വൈറൽ പനി മൂലം മരണപ്പെടുന്നവരും നിരവധിയാണ്. ഡെങ്കിപ്പനി പരത്തുന്നത് കൊതുകുകളാണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ കൊതുകുകൾ തന്നെ ചിലരെ തിരഞ്ഞു പിടിച്ച് കടിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ആൺകൊതുകുകൾ ഉപദ്രവകാരികളല്ല, എന്നാൽ പെൺകൊതുകുകളാകട്ടെ മനുഷ്യരെ ഉപദ്രവിക്കുന്നുമുണ്ടാകുന്നു. പലപ്പോഴും മനുഷ്യ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ചില പ്രോട്ടീനുകളാണ് കൊതുകുകളെ മനുഷ്യരിലേക്ക് ആകർഷിക്കുന്നത്. ഇത് അവയ്ക്ക് മുട്ട ഉൽപാദനത്തിന് അനിവാര്യമാണ്. ഇവയാണ് മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, സിക്ക വൈറസ് തുടങ്ങിയ രോഗാവസ്ഥകൾക്ക് കാരണം. അതിനെക്കുറിച്ച് മുംബൈയിലെ KJ സോമയ്യ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്ററിലെ മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും യൂണിറ്റ് ഹെഡുമായ ഡോക്ടർ മയൂർ മാഞ്ചി ഒരു മാധ്യമത്തിന് നൽകിയ അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം. വസ്ത്രങ്ങൾ. പലപ്പോഴും നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ കൊതുകുകളെ ആകർഷിക്കുന്നതാണ്. ചെറിയ വസ്ത്രങ്ങൾ, കൈക്കുറവുള്ള വസ്ത്രങ്ങൾ എന്നിവയെല്ലാം കൊതുകിന് സൗകര്യപ്രദമായ പ്രതലം ഒരുക്കുന്നു. പലപ്പോഴും ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഈഡിസ് എന്ന പെൺകൊതുകുകൾ കാലിലേക്കാൾ കൈകളിലാണ് കൂടുതൽ ആക്രമിക്കുന്നത്. ഇത് കൂടാതെ മലേറിയ പരത്തുന്ന അനോഫിലിസ് ഇനം കൊതുകുകൾ കൈകളേക്കാൾ കാലുകൾ കടിക്കുന്നതാണ് താല്പര്യപ്പെടുന്നത്. രക്തഗ്രൂപ്പ്. കൊതുക് കടിക്കുന്നത് പലപ്പോഴും രക്തഗ്രൂപ്പ് ഒരു കാരണമാകുന്നു. കാരണം ചില പ്രത്യേക രക്തഗ്രൂപ്പ് ഉള്ളവരെ കൊതുക് തിരഞ്ഞു പിടിച്ച് കുത്തുന്നു. ഇതിന് പിന്നിൽ ഒരു ശാസ്ത്രീയതയുണ്ട്. പ്രത്യേകിച്ച് O ഗ്രൂപ്പിൽപ്പെട്ട രക്തവിഭാഗമുള്ളവരെ പലപ്പോഴും കൊതുകുകൾ കൂടുതൽ ആകർഷിക്കുന്നു. ഇതിന് കാരണമെന്ന് പറയുന്നത് ഇവരുടെ ശരീരത്തിൽ നിന്ന് ഈ രക്തഗ്രൂപ്പ് പ്രത്യേക രാസവസ്തുക്കൾ പുറന്തള്ളുന്നതിന്റെ ഫലമായി ഇത്തരത്തിൽ കൊതുക് ആകർഷിക്കപ്പെടുന്നു എന്നതാണ് പല പഠനങ്ങളും പറയുന്നത്. ശരീര താപനിലയിലെ ഏറ്റക്കുറച്ചിലുകൾ. പലപ്പോഴും ശരീര താപനിലയിലെ ഏറ്റക്കുറച്ചിലുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് പെൺകൊതുകിനെ ആകർഷിക്കുന്നു. കൊതുകിന് പലപ്പോഴും ഇത്തരം താപനിലയിലെ വ്യത്യാസം പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ശരീരത്തിൽ കൂടുതൽ ചൂടുള്ള വ്യക്തികൾക്ക് കൊതുകിനെ ആകർഷിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ മെറ്റബോളിസവും ശരീരത്തിലെ താപനിലയും ഇതെല്ലാമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മെറ്റബോളിസത്തിലെ വ്യത്യാസം. മെറ്റബോളിസത്തിലെ വ്യത്യാസവും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കൊതുകുകൾക്ക് നാം പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ വളരെ പെട്ടെന്ന് സെൻസ് ചെയ്യാൻ സാധിക്കുന്നു. ഇതുവഴി കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നവരിലേക്ക് കൊതുക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നു. കൂടാതെ വേഗത്തിലുള്ള ശ്വാസോച്ഛ്വാസവും ഉയർന്ന മെറ്റബോളിസവും അമിത വിയർപ്പ് ഇവയെല്ലാം തന്നെ പെൺകൊതുകിനെ പെട്ടെന്ന് ആകർഷിക്കുന്നു. ഗർഭധാരണം. ഗർഭിണിയായ സ്ത്രീകളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കൊതുക് ആകർഷിക്കപ്പെടുന്നു. കാരണം ഗർഭകാലത്തുണ്ടാകുന്ന ഹോർമോൺ മാറ്റങ്ങൾ ശരീരത്തിൽ കൂടുതൽ മെറ്റബോളിസത്തിനും താപനില വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു. ഇത് മാത്രമല്ല, ഗർഭാവസ്ഥയിലെ സെക്കൻഡ് സെമസ്റ്റർ ആകുമ്പോഴത്തേക്ക് അമിതമായ സ്ട്രെയിൻ ചെയ്ത് വേണം ശ്വാസോച്ഛ്വാസം നടത്തുന്നത്. ഇത് അവരുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപാദനവും വർദ്ധിപ്പിക്കുന്നു. ഇതെല്ലാം പെൺകൊതുകിനെ ആകർഷിക്കുന്നു. മദ്യത്തിന്റെ ഉപയോഗം. മദ്യപിക്കുന്നവരെയും കൂടുതൽ കൊതുക് കടിക്കുന്നതായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് പിന്നിലെ കാരണമായി പറയുന്നത് പലപ്പോഴും ശരീരത്തിന്റെ താപനില വർദ്ധിക്കുന്നതാണ്. അതുമാത്രമല്ല, ഇത് മെറ്റബോളിസത്തെയും മാറ്റം വരുത്തുന്നു. ഈ ഘടനകളെല്ലാം തന്നെ പെൺകൊതുകുകളെ കൂടുതൽ ആകർഷിക്കുന്നു. ഇതെല്ലാം തന്നെ നിങ്ങളുടെ രോഗാവസ്ഥയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പരിസര ശുചിത്വം പാലിക്കുക എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത്തരം കാര്യങ്ങളെ ഒരിക്കലും നിസ്സാരവൽക്കരിക്കരുത്. രോഗാവസ്ഥകൾ വർദ്ധിക്കാതിരിക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം. അതിനായി വ്യക്തി ശുചിത്വം പാലിക്കുക. താൻ വരുമ്പോഴും പാത്തും പതുങ്ങിയും വരാതെ മൂളിപ്പാട്ടും പാടി വരുന്ന കൊതുകിനോളം അപകടകാരികൾ വേറെ ആരുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.